ഉള്ളവരാണെങ്കിൽ അവർ കരുതുന്നത് കേരളം എന്തോ മഹാസംഭവമാണ്, കേരളത്തിലുള്ളവർ മഹാ ഇൻ്റലിജൻ്റ് ആണ്, പ്രബുദ്ധരാണ് എന്നൊക്കെയാണല്ലോ പറയുന്നത്, അങ്ങനെ ഇൻ്റലിജൻ്റ് ആണ്. അതേസമയം തമിഴ്നാട്ടിലുള്ളവർ, അല്ലെങ്കിൽ ഒറീസയിലുള്ളവർ, ആസാമിലുള്ളവർ, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലുള്ളവർ ഒന്നും നമ്മുടെ അത്ര ഇൻ്റലിജൻസ് ഒന്നും ഇല്ല, അവർക്ക് അത്രയും വിവരമില്ല എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകാം. അപ്പം അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കണം, അവിടെയും പോകണം, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം, അവിടുത്തെ കാര്യങ്ങൾ കാണണം. രണ്ട്, അവരും നമ്മളും ഒരേ ഇന്ത്യക്കാരാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ അവിടെ പോകണം. അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, രാജസ്ഥാനിലെ ഒരു ജയ്സാൽമറിലുള്ള മനുഷ്യരെങ്ങനെയാണ് ജീവിക്കുന്നത്, അവരെന്താണ് ചിന്തിക്കുന്നത്, അവരും നമ്മളെപ്പോലെ തന്നെയാണോ, മനുഷ്യരാണോ, അവരും അവരുടെ ഒരു വാല്യൂ സിസ്റ്റം എങ്ങനെയാണ്, അവർ പ്രായമായവരെ ബഹുമാനിക്കുന്ന രീതി എങ്ങനെയാണ്, ഒരു അധ്യാപകരെ കാണുന്നത് എങ്ങനെയാണ്, അവർ കുട്ടികളെ എങ്ങനെയാണ് പരിപാലിക്കുന്നത്, അവരുടെ ജീവിതത്തിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്ന അവർക്ക് എന്താണ്, അങ്ങനെ പല പല ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നമ്മൾ അവർക്കുള്ള ഈ ഇതിനുള്ള ഉത്തരങ്ങൾ എന്താണ്, ചോദ്യങ്ങൾ എന്താണ്, അവരെങ്ങനെയാണ് വികസനം എന്ന് പറഞ്ഞാൽ അവരെന്താണ് കാണുന്നത്, ഈ സദ്ഭരണം എന്ന് പറഞ്ഞാൽ അവരെന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഇന്ത്യയുടെ ഓരോ ഭാഗത്തും നമ്മൾ പോയി മനസ്സിലാക്കിയാൽ ആണ് നമുക്ക് ഇന്ത്യയെ മനസ്സിലാവുള്ളൂ. വിവേകാനന്ദൻ നമുക്ക് നൽകുന്ന സന്ദേശം അതാണ്, നമ്മൾ ആദ്യമായിട്ട് ഇന്ത്യയെ മനസ്സിലാക്കണം. ആ ഇന്ത്യയെ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ഒരു ഇന്ത്യക്കാരനാകാൻ പറ്റുള്ളൂ. ഇന്ത്യക്കാരനാകാന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഒരു ഉത്തരവാദപ്പെട്ട പൗരനാകാൻ പറ്റുള്ളൂ. ആ ഉത്തരവാദപ്പെട്ട ഒരു പൗരനാകുക എന്നുള്ളതാണ് ഒരു യൂത്തിൻ്റെ ഒന്നാമത്തെ ഒരു കർത്തവ്യം. അതിന് ഇന്ത്യയെ മനസ്സിലാക്കണം. ഇന്ത്യ മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരൻ, യഥാർത്ഥ ഉത്തരവാദമുള്ള ഒരു ഇന്ത്യൻ പൗരൻ ആവത്തില്ല. നമ്മളൊരു മലയാളിയും മാത്രമാകും, പക്ഷെ മലയാളി ആയതുകൊണ്ട് ഇന്ത്യൻ പൗരനാവുന്നില്ല. അല്ലെങ്കിൽ പക്ഷെ നമ്മൾ ഒരു ഇന്ത്യൻ പൗരനാണെങ്കിൽ നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലുള്ള അവരെയും കൂടെ ഉൾക്കൊള്ളാൻ പറ്റണം. ഞാൻ മലയാളി മാത്രമല്ല, ഞാൻ ഒരു ഇന്ത്യൻ പൗരനാണ്. ഇന്ത്യൻ പൗരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളി മാത്രമല്ല എന്നുള്ള കാഴ്ചപ്പാടാണ്. അത് തമിഴ്നാട്ടിലുള്ള പൗരനും അത് എന്നെപ്പോലെ തന്നെയാണ്. അവന് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞാൻ സഹായിക്കേണ്ട ആളാണ്. അവന് വെള്ളമില്ലെങ്കിൽ ഞാൻ വെള്ളം കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ അവനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അവനെ സഹായിക്കേണ്ടതാണ്. അതുപോലെ കർണാടകത്തിലാണേലും അത് വേറൊരു ആൾക്കാരല്ല, നമ്മുടെ തന്നെ ആൾക്കാരാണ്. ആ ഒരു ഡിവൈൻ സെൽഫ് എന്ന് വിവേകാനന്ദ പറഞ്ഞ ആ ഒരു സെൽഫ് വെച്ച് ചിന്തിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ചിന്തിക്കുമ്പോൾ, കർണാടകത്തിലുള്ള ആളാണേലും തമിഴ്നാട്ടിലുള്ള ആളാണേലും ആന്ധ്രയിലുള്ള ആളാണേലും മലയാളി ആണേലും നമ്മളെല്ലാവരും ഇന്ത്യൻ പൗരനാണ്. നമുക്ക് ഒരേ ബേസാണ്, ഒരേ ഫൗണ്ടേഷനാണ്, ഒരേ റൂട്ടാണ് എന്നുള്ള അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ മറ്റ് പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യണം, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം, ഒബ്സേർവ് ചെയ്യണം, പഠിക്കണം. അപ്പം അത് നമുക്ക് ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട് തന്നെയാണ്, ദൈവത്തെ അറിയണമെങ്കിൽ അത് നമ്മൾ ആദ്യം നമ്മളെ അറിയണം. നമ്മളെ നന്നായിട്ട് അറിയാതെ നമുക്ക് ദൈവത്തെ അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്താണ്, അത് നമ്മുടെ പഴയ ഇന്ത്യൻ സംസ്കാരത്തിലുള്ളതാണ്. നീ തേടുന്ന ദൈവം നീ തന്നെയാണ്, നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നൊക്കെയുള്ള നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ കണ്ണാടി പ്രതിഷ്ഠയിലും അല്ലെങ്കിൽ അദ്വൈത ഫിലോസഫിയിലും അല്ലെങ്കിൽ നമ്മുടെ ഒരു പഴയ ഒരു ചിന്തയാണ്. അപ്പോൾ നമ്മളെ തന്നെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ജീവിതത്തിന് അർത്ഥം തരുന്ന ആ ഒരു സ്പിരിച്വൽ ബീയിങ്, ആ സ്പിരിച്വൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ എന്ന് പറയുന്നത് അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ്. നമ്മുടെ മാനേജ്മെൻറ്റിലെ ജൊഹാരി വിൻഡോ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ആ ജൊഹാരി വിൻഡോ അനുസരിച്ച് നമുക്ക് നമ്മളെ അറിയാവുന്ന ഭാഗവും മറ്റുള്ളവർക്ക് നമ്മളെ അറിയാവുന്ന ഭാഗവും ആ ഇത് വെച്ചിട്ട് 4 ക്വാർട്ടേഴ്സായിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് അറിയാത്ത മേഖലകളായിരിക്കും നമ്മളെ പറ്റി കൂടുതൽ. അപ്പോൾ അത് അറിയണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. മറ്റുള്ളവർ മിററായിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് നമ്മളെ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ മറ്റുള്ളവർ നമ്മളെ ഒരു ഫീഡ്ബാക്ക് തരുമ്പോൾ അത് ക്രിറ്റിസിസം ആണ് എന്ന് കാണുന്നതിനേക്കാൾ ഉപരി അതൊരു ഫീഡ്ബാക്ക് ആണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മളെ കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു സപ്പോർട്ടാണത് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കാൻ നമുക്ക് കൂടുതൽ സാധിക്കും. അപ്പോൾ അത് വിവേകാനന്ദൻ്റെ ആ ഒരു കോട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ തന്നെ മനസ്സിലാക്കുക. നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പരിമിതികളുണ്ട്. നമുക്ക് ജീവിതകാലം മുഴുവൻ നമ്മൾ ഉത്സാഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാവത്തില്ല. അത് ജൊഹാരി വിൻഡോയുടെ കോട്ടൺസിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതിന് കുറേ കൂടെ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ മറ്റുള്ളവരെ മിററാക്കിയാൽ മാത്രമേ പറ്റുകയുള്ളൂ.
അപ്പോൾ നമുക്ക് മറ്റുള്ള മനുഷ്യർ നമ്മളെ പറ്റി എന്തെങ്കിലും പറയുമ്പോൾ അത് കൂടുതൽ സഹിഷ്ണുതയോടെയും കൂടുതൽ വെൽക്കമിങ് ആയിട്ടും അത് അദ്ദേഹത്തിൽ നിന്ന് നമുക്കൊരു ഹെൽപ്പാണ് എന്നുള്ള ഒരു തിരിച്ചറിവോട് കൂടി നമ്മളൊരു കാഴ്ചപ്പാട് ഉണ്ടായിക്കഴിഞ്ഞാൽ, അങ്ങനെ ഒരു മനോഭാവം നമുക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് ഒരു ഫീഡ്ബാക്ക് നമുക്ക് തരുന്നയാളോ, താങ്ക് യു വെരി മച്ച് ഫോർ മേക്കിംഗ് മീ അണ്ടർസ്റ്റാൻഡ് മൈസെൽഫ് എന്നുള്ളൊരു മനോഭാവം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ മുമ്പേ ഈ അദ്ദേഹം ഉദ്ദേശിച്ച നമ്മളെല്ലാവരും ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണ് എന്ന് അദ്ദേഹം ഷിക്കാഗോയിൽ പറഞ്ഞ ആ ഒരു കൺസെപ്റ്റിലേക്കും ആ ഒരു ലെവൽ ഓഫ് തിങ്കിങ്ങിലേക്കും നമുക്ക് വരാൻ പറ്റും. അതാണ് രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞല്ലോ, ലക്ഷ്യങ്ങൾ നേടണം, എറേസ് എ വേക്ക് ആൻഡ് ഡോണ്ട് സ്റ്റോപ്പ് ടിൽ യു അച്ചീവ് യുവർ ഗോൾസ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ആ പറഞ്ഞ ഒരു കാര്യമനുസരിച്ച് ഇന്ന് നമ്മൾ കേരളത്തിലെ യുവജനങ്ങളുടെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ യുവജനങ്ങളുടെ ഗോൾസ് എന്താണ്, അവർ എന്തിൽ നിന്നൊക്കെയാണ് അവർ റൈസ് ചെയ്യേണ്ടത്, എന്തിൽ നിന്നൊക്കെയാണ് അവർ വേക്കൻ്റ് ആവേണ്ടത്, എന്ത് ഗോൾസ് എത്തുന്നത് വരെയാണ് അല്ലെ നേടുന്നത് വരെയാണ് അവർ സ്റ്റോപ്പ് ചെയ്യാതിരിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. നമ്മൾ കേരളത്തിലെ പ്രശ്നങ്ങളായിട്ട് പറയുമ്പോൾ ഡ്രഗ്സ് ഒരു പ്രശ്നമായിട്ട് പറയാറുണ്ട്. കോളേജുകളിലും സ്കൂളുകളിലും ക്യാമ്പസുകളിലും ഇപ്പോൾ കൂടുതൽ മാധ്യമങ്ങളിൽ നിശാ പാർട്ടികൾ, ലഹരി പാർട്ടികൾ, സിനിമ ഫീൽഡ്, ആർട്ട് ഫീൽഡ് ഒക്കെ. കേൾക്കാവോ ഞാൻ പറയുന്നത്? Am I audible? Yes sir, yes sir. Okay. ഈ ലഹരിയുടെ ഉപയോഗം വളരെ കൂടുന്നു. ഈ ലഹരി എന്ന് പറയുന്നത് ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരു ലഹരി പദാർത്ഥമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ ഒരു എന്താ പറയുക, മദ്യത്തിൻ്റെ ഉപയോഗം കൂടുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. പല കണക്കുകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിൻ്റെ സമയത്ത് കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ഈ വർഷം മദ്യത്തിൻ്റെ വിൽപ്പന നടന്നു എന്നുള്ള ഡേറ്റ നമുക്കറിയാം. കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ മദ്യത്തിൻ്റെ ഉപയോഗം എല്ലാ വർഷവും കൂടി വരികയാണ്. ഇത് കുടിക്കുന്നത് ആരാണ്? നമ്മൾ തന്നെയാണല്ലോ ഇവിടെ തന്നെ അത് കുടിക്കുന്നത്. അപ്പോൾ അതൊരു ലഹരിയാണ്. ഇനി ലഹരിയുടെ മീൻസ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് എന്ന് പറയുന്ന ആ ഒരു ലഹരി പദാർത്ഥങ്ങൾ, ഡ്രഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്, അത് പിടിക്കുന്ന ഒരു കണക്ക് എന്ന് പറയുന്നത് ആകെ എക്സിസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു 10% നോർമലി വരത്തുള്ളൂ. ബാക്കി 90% ലഹരി ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, സർക്കുലേഷനിലുള്ളത്, അത് നമ്മൾ പിടിക്കപ്പെടുന്നില്ല. ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റത്തില്ല ഉപയോഗിച്ച് കഴിഞ്ഞ്. പക്ഷേ ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് അത് ഇവിടെ സർക്കുലേഷനിലും സ്റ്റോറേജ് ആയിട്ടും ഒക്കെ കുറേയധികം ഉണ്ട്. അതിൻ്റെ ഒരു 10% നമ്മൾ പിടിക്കുന്നുള്ളൂ. ആ പിടിക്കുന്നതിൻ്റെ കണക്ക് മാത്രമേ നമുക്കുള്ളൂ. അത് വെച്ചിട്ട് നമ്മളത് യഥാർത്ഥ കണക്കല്ല. അത് സാധാരണ ഒരു കോളേജ് ക്യാമ്പസുകളിലും സ്കൂൾ ക്യാമ്പസുകളിലും അതുപോലെ മറ്റ് പിൽഗ്രിമേജ് സ്പോട്സ്, ടൂറിസം സ്പോട്സ്, അവിടെയൊക്കെ ഉള്ള ഇതിൻ്റെ ഉപയോഗത്തെ പറ്റിയുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഞാനും 1900 കുറേ വർഷങ്ങൾക്ക് മുമ്പ് 20 വർഷം മുമ്പ് ഒരു പഠനം നടത്തിയിരുന്നു. കേരളത്തിലെ ടൂറിസം പ്ലേസുകളിൽ ഉള്ള ലഹരിയുടെ ഉപയോഗം കുട്ടികളിൽ എന്നുള്ളതായിരുന്നു വിഷയം. അപ്പോൾ അത് ഒരു പഠനം നടത്തിയപ്പോൾ 20 വർഷം മുമ്പ് വളരെ സ്റ്റാർട്ട്ലിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ നമ്മളുടെ യുവാക്കൾ എന്തിൽ നിന്നാണ് വേക്കൻ്റ് ആവേണ്ടത്, എന്തിൽ നിന്നാണ് റൈസൺ ആവേണ്ടത് എന്നുള്ള കാര്യം ഈ ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും അതിൽ നിന്നൊക്കെ നമ്മൾ മാറണം. അതല്ല നമ്മളുടെ ഒരു ഡിവൈൻ സെൽഫ് എന്ന് പറയുന്നത്, അതല്ല നമ്മളുടെ ഒരു മെൻ്റൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്, അതല്ല നമ്മളുടെ സോഷ്യൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. നമ്മൾ സോഷ്യോളജിയുടെ ചില പഠനങ്ങളിലോ അല്ലെ